Dear students, in this session we have to look upon the shift in IS curve. What are the different factors that leads to shift in IS curve to upwards or downwards? അപ്പോൾ IS curve ഷിഫ്റ്റ് ചെയ്യാനായിട്ട് വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് കോസിങ് ഷിഫ്റ്റ് ഇൻ IS curve? One is change in taxes. Tax rate il varuna vyathyasam. So an increase in tax shift IS curve to left. Leftilotte IS curve ne shift cheyum. So let this be the IS curve. An increase in the tax will shift the IS curve to left. താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും IS1. ആൻഡ് വൈസ് വേഴ്സ, ദാറ്റ് ഇസ് ടാക്സ് കുറയുവാണെങ്കിൽ IS curve അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, ദാറ്റ് ഇസ് IS, അല്ലെങ്കിൽ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും IS2. സോ an increase in tax leads to decline in saving. So ടാക്സ് ഇൻക്രീസ് ചെയ്താൽ നമ്മളുടെ സേവിങ് ഡിക്രീസ് ചെയ്യും. ദെൻ സേവിങ് ഡിക്രീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ നാഷണൽ ഇൻകം will be lower to maintain the product market equilibrium. So our IS curve will shift downwards. Okay, അപ്പോൾ ഇൻക്രീസ് ടാക്സിൽ വരുന്ന മാറ്റം, ഇൻക്രീസിങ് റേറ്റിലാണ് ടാക്സ് ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സേവിങ് കുറയും, നമ്മുടെ ഇൻകം കുറയും, ആൻഡ് ദെയർഫോർ IS curve താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. തിരിച്ചാണെങ്കിൽ ടാക്സ് കുറയുവാണെങ്കിൽ സേവിങ് നമ്മൾ കൂടും, ഇൻകം ലെവൽ അതനുസരിച്ച് നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യും, IS curve will be upward sloping. So this is the first factor that is determining the shift in, or that causes a shift in IS curve. Now the second factor is change in government spending. Okay, so there will be an increase in government spending or there will be decrease in government spending. This is the IS curve. Okay, so increase in government spending will shift IS curve to right. Decrease will shift IS curve to left. അപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്താൽ IS curve റൈറ്റ്, അതായത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഗവൺമെൻറ് സ്പെൻഡിങ് കുറഞ്ഞാൽ IS curve ലെഫ്റ്റ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് ഡിക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം പ്രോഡക്റ്റ് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഗുഡ്സ് മാർക്കറ്റിൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നാഷണൽ ഇൻകം must increase by an amount required to generate new saving equal to increase in government spending. അപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനോടാനുപാതികമായിട്ട് നാഷണൽ ഇൻകത്തിലും ഇൻക്രീസ് ചെയ്യണം in order to generate new saving. അപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ്ങിനോട് ഈക്വൽ ആയിട്ടുള്ള സേവിങ് കൊണ്ടുവരണമെങ്കിൽ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ സേവിങ്ങും അതിനോടനുബന്ധിച്ച് ഇൻകവും ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് IS curve അപ്വേർഡ് സ്ലോപ്പിംഗ് ആവുന്നത്. ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കുറഞ്ഞാൽ അതനുസരിച്ച് നമ്മുടെ സേവിങ് കുറയും, ഇൻകം ലെവലിൽ ഡിക്രീസ് ചെയ്യും, നമ്മുടെ IS curve താഴോട്ട് അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ഫാക്ടർ ദാറ്റ് ഈസ് കോസിങ് ഷിഫ്റ്റ് ഇൻ IS curve. ദെൻ തേർഡ് ഫാക്ടർ ഈസ് ചേഞ്ചസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ IS curve ഷിഫ്റ്റ് ചെയ്യും. So this is the IS curve. An autonomous increase in investment expenditure. Okay, so an increase in investment will shift IS curve to right. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്താൽ നമ്മളുടെ IS curve അപ്വേർഡ് അല്ലെങ്കിൽ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. തിരിച്ചാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞാൽ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് requires high level of national income
in order to match the saving. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്താൽ അതനുസരിച്ച് നാഷണൽ ഇൻകത്തിലും ഇൻക്രീസ് കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇക്വിലിബ്രിയം സിറ്റുവേഷനിലോട്ട് നമ്മളുടെ സേവിങ്ങും കൂടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻക്രീസ് വന്നാലും അതിനോട് ആനുപാതികമായിട്ട് നമ്മുടെ ഇൻകം ലെവലും അതുവഴി സേവിങ്ങും ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പുതിയ IS1 ഷിഫ്റ്റ് ചെയ്യുമ്പോഴും അവിടെയും ഇക്വിലിബ്രിയം വേണം. ഇക്വിലിബ്രിയം വേണമെങ്കിൽ സേവിങ്ങും ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ IS കർവ് മേളിലോട്ട് അല്ലെങ്കിൽ അപ്വേർഡ് അല്ലെങ്കിൽ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. തിരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സേവിങ്ങും കുറയും. അപ്പോൾ നമ്മുടെ IS കർവ് ലെഫ്റ്റിലോട്ട് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, so that is the third factor. Then fourth one, changes in exports. എക്സ്പോർട്ട് മാർക്കറ്റിൽ വരുന്ന വ്യത്യാസം അല്ലെ എക്സ്പോർട്ട് റേറ്റിൽ വരുന്ന വ്യത്യാസം IS കർവിനെ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കും. സോ ദിസ് ഇസ് ദ IS കർവ്. ആൻ ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട് ഷിഫ്റ്റ് IS കർവ് ടു റൈറ്റ്. IS കർവിനെ റൈറ്റിലോട്ട് അല്ലെങ്കിൽ അപ്വേർഡ് IS1 ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അതായത് എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്താൽ അതനുസരിച്ച് there should be a higher level of national income to induce an increase in import. അപ്പോൾ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്താൽ അതനുസരിച്ച് ഇമ്പോർട്ടും ഇൻക്രീസ് ചെയ്യപ്പെടും ബൈ ഇൻക്രീസിങ് ദി നാഷണൽ ഇൻകം. ഇനി എക്സ്പോർട്ട് കുറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ഇമ്പോർട്ടും കുറയ്ക്കും. കാരണം എന്താണ്, നാഷണൽ ഇൻകം അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എക്സ്പോർട്ട് കുറഞ്ഞാൽ നമ്മളുടെ ഇറക്കുമതി, കയറ്റുമതി കുറഞ്ഞാൽ അതനുസരിച്ച് ഇറക്കുമതി കുറയണം. അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ഇൻകം ലെവല് ബാലൻസ്ഡ് ആയിട്ട് നിർത്താനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്താൽ അതനുസരിച്ച് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്യും, സേവിങ് ഇൻക്രീസ് ചെയ്യും, IS കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. തിരിച്ച് എക്സ്പോർട്ട് കുറഞ്ഞാൽ ഇൻകം കുറയും, സേവിങ് കുറയും, IS കർവ് ഡൗൺവേർഡ് അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ ചേഞ്ചസ് ഇൻ എക്സ്പോർട്സ് വിൽ ഓൾസോ ലീഡ് ടു ഷിഫ്റ്റ് ഇൻ IS കർവ്. ദെൻ അനദർ ഫാക്ടർ ഈസ് autonomous fall in savings അല്ലെങ്കിൽ change in savings. Okay, so an autonomous fall in savings or എന്താ പറയുക ഫാക്ടറിൻ്റെ പേരിൽ തന്നെ ഉണ്ട് സേവിങ് കുറയുവാണ്. സേവിങ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ IS കർവ് ഷിഫ്റ്റ് ടു റൈറ്റ്. So this is because higher level of income is required to induce more saving to make product market equilibrium. അപ്പോൾ സേവിങ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ IS കർവ്. ഓട്ടോണമസ് ഫോൾ ഇൻ സേവിങ് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഓട്ടോണമസ് സേവിങ് ആണ്, ഓട്ടോണമസ് ഫോൾ ഇൻ സേവിങ്സ് ആണ്. അപ്പോൾ സേവിങ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ ലെവൽ ഓഫ് ഇൻകം നമ്മൾ ഇൻഡ്യൂസ് ചെയ്താൽ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റിനോട് ഈക്വലായിട്ട് നമുക്ക് സേവിങ്ങിനെ നിർത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ IS കർവ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. കാരണം സേവിങ് കുറഞ്ഞാൽ വി ഹാവ് ടു ഇൻക്രീസ് ദ ഇൻകം ലെവൽ ഇൻ ദ ഇക്കോണമി സോ ദാറ്റ് ദ പ്രോഡക്റ്റ് മാർക്കറ്റ് ക്യാൻ ബി ബ്രോഡ് ബാക്ക് ഇൻ ടു ഇക്വിലിബ്രിയം സിറ്റുവേഷൻ. പ്രോഡക്റ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണം എപ്പോഴും. ISൽ നിന്ന് IS1 വരണമെങ്കിൽ പ്രോഡക്റ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൻ്റെ ബേസിസിൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഷിഫ്റ്റിൽ പുതിയൊരു IS കർവ് വരുമ്പോൾ അതും ഇക്വിലിബ്രിയത്തിലായിരിക്കണം. IS കർവ് അല്ലെങ്കിൽ സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വാളിറ്റി അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ വരണമെങ്കിൽ സേവിങ് കുറയുമ്പോൾ അതനുസരിച്ച് കൂടുതൽ ഇൻകം ഇൻഡ്യൂസ് ചെയ്യണം. സോ ഓട്ടോണമസ് ഫോൾ ഇൻ സേവിങ് ഇസ് അനദർ ഫാക്ടർ. സോ ഫോൾ ഇൻ സേവിങ് വിൽ ലീഡ് ടു റൈറ്റ്വേർഡ് ഓർ അപ്വേർഡ് ഷിഫ്റ്റ് ഇൻ IS കർവ്. Now the sixth factor, it is autonomous fall in imports. നേരത്തെ സേവിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഓട്ടോണമസ് സ്വയമായിട്ട് തന്നെ ഇമ്പോർട്ട് കുറയുന്ന ഒരവസ്ഥ. സോ എ fall in import will shift IS curve to right. IS curve റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കും. അതായത് ഇമ്പോർട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക്
ഹയർ ലെവൽ, അവിടെ സേവിങ് പോലെ തന്നെയാണ്, ഹയർ ലെവൽ ഓഫ് ഇൻകം ഇൻഡ്യൂസ് ചെയ്യപ്പെടണം ഇൻ ഓർഡർ ടു മേക്ക് ഓർ മെയിൻറ്റെയിൻ പ്രോഡക്റ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ അന്നേരം തന്നെ സേവിങ്ങിലോ അല്ലെങ്കിൽ ഇമ്പോർട്ടിലോ ഒക്കെ ഒരു ഡിക്രീസ് വരുമ്പോൾ ഹയർ ഇൻകം ഇൻഡ്യൂസ് ചെയ്യുകയും അതുവഴി പ്രോഡക്റ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണം. ഹൈ ഇൻകം വന്നു കഴിയുമ്പം സേവിങ് ഇൻക്രീസ് ചെയ്യും, അതനുസരിച്ച് നമ്മുടെ IS കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഫാക്ടർ ഇറ്റ് ഈസ് ഡിപ്രീസിയേഷൻ ഓർ devaluation. Depreciation or devaluation is another factor. This depreciation or devaluation leads to reduction in import expenditure and an increase in export, which requires an increased level of income to bring equilibrium. Therefore, depreciation or devaluation will lead to a rightward shift in IS curve. IS കർവിനെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുന്ന സിറ്റുവേഷൻ ആണ്. ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഡിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂല്യം കുറയുന്ന ഒരവസ്ഥ, ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറൻസി. അത് ഡിപ്രീസിയേഷൻ ഡിവാലുവേഷൻ അത് രണ്ട് സിറ്റുവേഷനാണ്. ഒന്ന് ഡെലിബറേറ്റ് ആയിട്ട് കറൻസിയുടെ വാല്യൂ കുറയ്ക്കുന്നതിനാണ് നമ്മൾ ഡിവാലുവേഷൻ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി കറൻസിയുടെ വാല്യൂ കുറയുമ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയും. എന്താണെങ്കിലും രണ്ട് സിറ്റുവേഷനിലും വാല്യൂ ഓഫ് കറൻസി ഇന്ത്യൻ റുപ്പി വിൽ ബി ഡിക്രീസിങ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ ഫോറിൻ മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൽ സംഭവിക്കുന്നത് ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ കുറയും, ഇമ്പോർട്ട് കുറയും. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇമ്പോർട്ട് കുറയുകയും എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്താൽ വളരെ അത്യാവശ്യമാണ് വി ഹാവ് ടു ഇൻഡ്യൂസ് മോർ ഇൻകം ലെവൽ അവിടെ ഇൻക്രീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ പ്രോഡക്റ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഹയർ ലെവൽ ഓഫ് ഇൻകം നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇൻകം ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പം അതനുസരിച്ച് നമ്മളുടെ IS കർവിൽ ഷിഫ്റ്റ് വരും. അത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഡിപ്രീസിയേഷൻ ഓർ ഡിവാലുവേഷൻ വിൽ ലീഡ് ടു റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ IS കർവ്. IS കർവ് IS1 റൈറ്റ് വേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ ദീസ് 7 ഫാക്ടേഴ്സ് ആർ ദ മേജർ ഫാക്ടേഴ്സ് ദാറ്റ് കോസസ് എ ഷിഫ്റ്റ് ഇൻ IS കർവ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും IS കർവിനെ റൈറ്റ് വേർഡ് ഓർ ലെഫ്റ്റ് വേർഡ് ഓർ അപ്വേർഡ് ഓർ ഡൗൺവേർഡ് ഷിഫ്റ്റ് കാണിക്കാൻ അല്ലെങ്കിൽ ഷിഫ്റ്റ് നടത്താൻ സാധ്യതയുള്ള ഫാക്ടേഴ്സ് ആണ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ISLM മോഡൽ, IS കർവ് ഇൻ ISLM മോഡൽ. സോ derivation of IS curve, then slope of the IS curve, and what are the different factors that causes a shift in IS curve. Thank you.